കാവിക്കൊടി ഏന്തിയ അതിസുന്ദരിയായ ഒരു സ്ത്രീ സിംഹവുമായി നടന്നു വരുന്ന ഒരു പോസ്റ്ററാണല്ലോ ഇപ്പോഴത്തെ വിവാദം. അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഭാരതാംബയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ധാരാളമാണ്. ആ ചിത്രം ഭാരതാംബയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിത്രമാണ്. നമ്മളൊക്കെ ഭാരത് മാതാ കി ജയ് എന്നും അല്ലെങ്കിൽ ജനഗണമനയും വന്ദേമാതരവും ഒക്കെ പാടുമ്പോഴും ജയ് ഹിന്ദ് വിളിക്കുമ്പോഴും ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഏകോദര സഹോദരങ്ങളായ ഇന്ത്യ ജനതയും ഇന്ത്യ ഉപഭൂഖണ്ഡവും നമ്മുടെ മാതൃരാജ്യവും മനസ്സിലുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഇത് രാഷ്ട്രീയ പേക്കൂത്താണ്, വർഗീയ പേക്കൂത്താണ്, ഭൂരിപക്ഷ വർഗീയതയുടെ പേക്കൂത്തായി മാറ്റാനാണ് ഉത്സാഹം കാണിക്കുന്നത്. ഇനി എന്തിനാണ് ഭാരതാംബയുടെ ചിത്രം ഇവർ ഉപയോഗിക്കുന്നത്? വേറെ ഒന്നിനുമല്ല. ഇത് വച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കുരുപൊട്ടും. അതായത് CPM, ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക്, അതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒക്കെ ഈ ചിത്രത്തോട് അവമതിപ്പാണുള്ളത്. കാരണം ഇത് RSSൻ്റെ സംഘപരിവാറിൻ്റെ ചിത്രമാണ്. ദേശീയ പതാക ഏന്തിയ ഒരു ലേഡിയുടെ ചിത്രമാണ് ഭാരതാംബയായി ബംഗാളി കലാകാരൻ വരച്ചു വെച്ചത്. അതിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു പ്രോട്ടോകോൾ പദവിയൊന്നും ഇതുവരെ ആരും നൽകിയിട്ടില്ല. ഈ പടം വെച്ച്, അതായത് ഭാരതാംബ കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ പടം വെച്ച് പൂജിക്കാനും വിളക്ക് കൊളുത്താനും പുഷ്പാർച്ചന നടത്താനും പ്രോട്ടോകോൾ സംബന്ധിച്ച് യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. ഭരണഘടന അത് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കൊണ്ട് രാജ്ഭവനിൽ വയ്ക്കുമ്പോൾ അർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ, 9ാമത്തെ വയസ്സ് മുതൽ RSSകാരനായിരിക്കുന്ന സംഘി ഗവർണർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇത് വയ്ക്കുമ്പോൾ ചില ആളുകൾക്ക് കുരുപൊട്ടിക്കഴിയുമ്പോൾ അവർ വിമർശിക്കുമ്പോൾ താൻ അതിന് ബദൽ പറയും. ഈ ബദൽ പറയുമ്പോൾ എന്തുണ്ടാവും? ഒരു സംവാദ സംഘർഷ സാധ്യത ഉണ്ടാകും. ഇത് സ്വാഭാവികമായും വാർത്തയാകുമല്ലോ. അങ്ങനെ നിരന്തരം RSSും സംഘപരിവാറും വാർത്തകളിൽ ഇടം നേടും. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷ ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? ഹിന്ദു വർഗീയതയിൽ വിശ്വസിക്കുന്ന RSSും സംഘപരിവാറും BJP ആളുകളുമൊക്കെ ആർലേക്കറെ പിന്തുണച്ച് മുന്നോട്ട് വരും. ഇതങ്ങനെ നിരന്തരം വാർത്തയായി വരുമ്പോൾ RSSനും സംഘപരിവാറിനും BJPക്കുമൊക്കെ നിരന്തരം വാർത്താ ഇടത്തിൽ ഒരു പ്രാധാന്യം ലഭിക്കും. വാർത്ത സ്പ്രെഡാകുന്നതിനൊപ്പം ഭാരതാംബയും സ്പ്രെഡാവുകയും ഇവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്ന ഒറ്റ സൂത്രവാക്യമാണ് ആർലേക്കർ ഈ ചിത്രം കൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അയാളെപ്പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. വന്നിരുന്ന് ഗവർണറുടെ പണിയെടുക്കുക, പോവുക. അതിന് രാഷ്ട്രീയം കലർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയം കലർത്തിയേ തീരൂ. ഇയാളുടെ മൂത്തപ്പനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുത്ത വേറൊന്നുമല്ല, അയാൾ തുറന്നു കൊടുത്ത വഴിയെന്ന് പറഞ്ഞാൽ സർവകലാശാലകളിലേക്ക് എങ്ങനെ തുരന്നു കയറണം. കാരണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് തുരന്നു കയറിയാൽ മാത്രമേ ഇവിടെ പുതിയ ഐഡിയോളജി, അതായത് പുതിയ തലച്ചോറുകളെ എങ്ങനെ പിടിച്ചടക്കാം, പുതിയ തലച്ചോറുകളെ പിടിച്ചടക്കിയാൽ മാത്രമേ ഇവർക്ക് ഒരു ഗുണമുള്ളൂ. കാരണം എന്താണ്? അടുത്ത തലമുറ, പുതിയ തലമുറയെ പിടിച്ചടക്കുമ്പോൾ അവർ മുതിർന്നു വരുമ്പോൾ അവരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇങ്ങനെ വർഗീയ വിഷം ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ വർഗീയത തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതൊരു ആചാരത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ ഭാഗമായി അത് തന്നെ അനുവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇന്നാണ് സർവകലാശാലകളെ കേന്ദ്രീകരിച്ചുള്ള ഈ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കം വെച്ചത്. ഇദ്ദേഹം വന്നിട്ട്, ആർലേക്കർ വന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രമാത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സമയമായി കഴിഞ്ഞു. സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗവും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയും VCയുടെ അമിതമായ ഈ ഗവർണർ പ്രീണനവും ഒക്കെ മറ്റൊരു ഭാഗത്ത് പ്രതിഷേധത്തിനും പ്രതികരണങ്ങൾക്കുമൊക്കെ വേദിയൊരുക്കുമ്പോൾ ആർലേക്കർ സംഘപരിവാറിൻ്റെ ചിത്രം അടിച്ചേൽപ്പിച്ചത് വളരെ തന്ത്രപൂർവവും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് തെളിയിക്കുന്നതാണ് വരാനിരിക്കുന്ന RSSൻ്റെ ശതാബ്ദി ആഘോഷവും അതുപോലെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന വിദ്യാഭ്യാസ സംബന്ധമായ സെമിനാറും. RSSൻ്റെ തന്നെ, അതായത് സംഘപരിവാർ സംഘടനയാണ് വിദ്യാഭ്യാസ വികാസ കേന്ദ്രം. സംഘപരിവാർ സംഘടനയാണ്, RSSൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ്. എന്താണ് വിദ്യാഭ്യാസ വികാസ കേന്ദ്രം? അവർ 27 മുതൽ കൊച്ചിയിൽ 3 ദിവസം നടക്കുന്ന ശില്പശാല സംഘടിപ്പിക്കുകയാണ്. അതിന് സാക്ഷാൽ സർസംഘചാലകൻ മോഹൻ ഭാഗവത് വരുന്നുണ്ട്, അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ രാജ്യത്തെ മിക്കവാറും സർവകലാശാലകളുടെ VCമാരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും കാലിനക്കികളായ ചില VCമാർ ഈ പരിപാടിക്ക് പോകാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ അവർ പറയുന്ന എന്താണ്? അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തന്ത്രം എന്താണ്? മറ്റൊന്നുമല്ല, അവർ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്ത സർക്കാരുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് ഫണ്ട്, കേന്ദ്രം എഡ്യൂക്കേഷൻ രംഗത്തുള്ള ഫണ്ട് കൊടുക്കരുത്. ഫണ്ട് കൊടുക്കുമ്പോൾ ഇക്കാര്യം ഓർമ്മപ്പെടുത്തണം.
എന്നിട്ട് അവർ പ്രതിരോധിക്കുന്നത് എന്താണ്? ഇത് സംഘപരിവാർ അജണ്ടയാണ് പാഠ്യപദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നത്, സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പാഠങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്, ചിലത് കൂട്ടിച്ചേർക്കുന്നത് എന്ന പ്രചരണം അതിനെ പ്രതിരോധിക്കണം. ഇത് രാജ്യത്തിൻ്റെ പാരമ്പര്യം പഠിക്കലാണ്, വേദപാരമ്പര്യം, മനുസ്മൃതി പഠിക്കലാണ്, ഇതൊക്കെ ആക്കി മാറ്റിയെടുക്കണം. ഇതിന് സർവകലാശാല VC-മാർ കിണഞ്ഞ് പരിശ്രമിക്കണം. അതിൻ്റെ ഭാഗമായാണ് ഈ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞ ആദ്യം തുടങ്ങിയ പോയിന്റ് തന്നെ കൃത്യമായി പറഞ്ഞുതരാം. ഇതിനൊക്കെ വ്യക്തമായ അജണ്ടയുണ്ട്. അല്ലെങ്കിൽ ഒരു ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ അധിപനാണ്, സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ പൗരനാണ്. വന്ന് ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ സ്വാതന്ത്ര്യവും ഭരണഘടന നൽകുന്ന പരിരക്ഷയും ഭരണഘടന നൽകുന്ന ഉറപ്പുകളും ഭരണഘടന നൽകുന്ന ചുമതലകളും നിർവഹിച്ച് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാം. പക്ഷേ ഇവിടെ വന്ന് രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയമായി കാര്യങ്ങളെ നേരിടും എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഗവർണർ പദവിക്ക് അനുചിതമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പലകുറി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനൊരു അജണ്ട നടപ്പിലാക്കാനുള്ള ഗൂഢശ്രമം രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് സെനറ്റ് ഹാളിൽ നടന്ന ഈ പ്രഹസനവും തെരുവ് നാടകവും അടിപിടിയും അതിനുശേഷം നടന്ന ആട്ടക്കലാശം എന്ന് പറയുന്ന ഈ സസ്പെൻഷനും പോലീസ് കേസും എന്നൊക്കെ പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ വിദ്യാഭ്യാസ മേഖല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇവർ ഞെക്കിപ്പിഴിയും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഗവർണർ ഈ ജനതയോട് കാണിക്കുന്നത് എന്ത് ഭാഷയിലാണ് അപലപിക്കുക എന്ന് വ്യക്തവുമല്ല. അപലപിക്കേണ്ട കാര്യമാണെന്ന് ഉറപ്പുമാണ്.